it! Woo! യെസ് എന്തു പറ്റി? കണ്ടുപിടിച്ചു, ഞാൻ കണ്ടുപിടിച്ചു. ഇത് കുറെ കേട്ടതാ. ഉറക്കം പിടിച്ചു വരികയായിരുന്നു. നിങ്ങളുടെ ഒരു ഉറക്കം. ഇത് കാണ്. എന്താ അത്? എന്റെ പുതിയ കണ്ടുപിടുത്തം, അൽഷിം സൊല്യൂഷൻ. ആഹാ, എന്താ അതിന്റെ പ്രത്യേകത? ഇതിന്റെ ഒരു തുള്ളി മതി ജീവിതം മാറി മറിയാൻ. പെട്ടെന്ന് പറ, ഇതെന്താ? ഇതിന്റെ ഒരു തുള്ളി അകത്ത് ചെന്നാൽ എല്ലാം മറന്നുപോകും. എല്ലാമെന്ന് വെച്ചാൽ? നമ്മൾ ആരാണ്, എന്താണ് തുടങ്ങി എല്ലാം മറന്നുപോകും. വാവ്, ഇതുവരെ എനിക്ക് തോന്നാത്ത ഐഡിയ. പക്ഷേ ഇത് ആരിലെങ്കിലും ഒന്ന് പരീക്ഷിക്കാതെ? വേണം. ഞാൻ ഡോക്ടർക്ക് ഒരു തുള്ളി തരട്ടെ? അയ്യോ, വേണ്ട വേണ്ട. എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ഒരു ജീവിയിൽ പരീക്ഷിക്ക്. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. കുരങ്ങിൽ പരീക്ഷിക്ക്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെ? ചാടി മറിഞ്ഞു നടക്കുന്ന ജീവിയല്ലേ, ഇതങ്ങ് ചെന്നാൽ പിന്നെ അടങ്ങിയിരിക്കും. അത് ശരിയാ. We can easily identify. Yes. അതിനിവിടെ എവിടെയാ കുരങ്ങന്മാർ? സൂവിൽ പോയാൽ മതി. അത് ശരിയാ. അവിടെയാകുമ്പോ ഇഷ്ടം പോലെ കുരങ്ങന്മാർ കാണും. ഇതാ ഞാൻ കൊണ്ടുവന്ന മുഴുത്ത ആപ്പിളില്ലേ, ഇതിലിത് ഇൻജക്ട് ചെയ്യുക. ഗുഡ് ഐഡിയ. ആപ്പിൾ കുരങ്ങന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ആപ്പിൾ ഈസ് റെഡി. ഹലോ, ഞാനിവിടെ ഉണ്ട്. ദാ വരുന്നു. ആരാ? ഒരു ക്ലയന്റ്. ഞാൻ പോയിട്ട് വരാം. ശരി, എന്നാ ബെസ്റ്റ് ഓഫ് ലക്ക്. ഓ, ഡോക്ടർ ഫെന്നി എന്തേലും മേടാകൂടം ഒപ്പിച്ചിട്ടുണ്ടാവും. ഹായ്, നല്ല ഡോക്ടർ. ഒരു കുട്ട ആപ്പിൾ ആയിട്ടാ വന്നത്. ഫ്രെഡി വന്നോ? നമുക്കൊന്ന് പുറത്തു പോവണം. ഓ, പോവാം. ആദ്യം ഒരു ആപ്പിൾ കഴിച്ചോട്ടെ. തൊട്ടു പോകരുത്. അത് നിനക്കുള്ളതല്ല, വേറൊരാൾക്കുള്ളതാ. അതാരാ വേറെ ഒരാൾ? വാ പോവാം. ആളെ ഞാൻ കാണിച്ചു തരാം. ഇത് സൂ ആണല്ലോ. അതെ, സൂ ആണ്. എവിടെയാണോ ആപ്പിൾ കൊടുക്കുന്നത്? അതെ, നീ മിണ്ടാതെ കൂടെ നടക്ക്. ഫ്രെഡി, ഒരു ആപ്പിൾ എടുക്ക്. ദേ, ഒരു കുരങ്ങനെ കണ്ടോ? പിന്നെ നല്ല കലക്കനായിട്ട് കാണാം. എന്നാൽ ഈ ആപ്പിൾ അതിന് കൊടുക്ക്. ഹലോ, പറയൂ ഡോക്ടർ ഡൊമിനിക്. കറക്റ്റ് സമയത്ത് തന്നെ പോയി. അയ്യടാ, നോട്ടം കണ്ടില്ലേ? ഇത് നിനക്ക് തരാൻ പോവുന്നില്ല മുതുക്കുരങ്ങേ. ഓ, ഡോക്ടർ ഡൊമിനിക് ആയിരുന്നു. പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. താങ്ക് യു ഡോക്ടർ ഡൊമിനിക്. അമ്പടാ, ഇത്ര പെട്ടെന്ന് കുരങ്ങൻ ഇത് മുഴുവൻ തിന്നു തീർത്തോ? പിന്നെ ഒന്നുപോലും ബാക്കി വെച്ചില്ല, കൊതിയൻ. കണ്ടോ ഫ്രെഡി, നേരത്തെ വികൃതി കാണിച്ച് കുട്ടിക്കരണം മറഞ്ഞ കുരങ്ങച്ചൻ ഒന്നും മിണ്ടാതെ മുനികണക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ? അതെന്തിനാ? ഈ ആപ്പിളിൽ ഞാൻ എന്റെ കണ്ടുപിടുത്തമായ അൽഷിം സൊല്യൂഷൻ കുത്തിവെച്ചിട്ടുണ്ട്. ഇത് കഴിച്ചാൽ പിന്നെ ഒന്നും ഓർമ്മ കാണില്ല. താൻ ആരാണെന്നോ എവിടെയാണെന്നോ ഒന്നും ഓർമ്മ കാണില്ല. ഫ്രെഡി, ഫ്രെഡി. ഞാൻ ആരാ? നീ ഫ്രെഡി. എന്ത് ചോദ്യമായത്? ഫ്രെഡിയോ? അതെന്തുവാ? ഞാൻ ആരുവാ? മൈ ഗോഡ്, ആപ്പിളെല്ലാം ഇവനെടുത്ത് കഴിച്ചെന്നാ തോന്നുന്നത്. ആപ്പിളോ? അതെന്തുവാ? നീ ഇങ്ങ് വന്നേ. ഹലോ ഡഗ്ലസ്, പരീക്ഷണം എന്തായി? സംഗതി സക്സസ് തന്നെ. ആപ്പിൾ കുരങ്ങന്മാരെ തീറ്റിച്ചോ? ഇല്ല, പകരം ഒരു കഴുത തിന്നു. കഴുതയോ? അതിന് സൂവിൽ കഴുതയില്ലല്ലോ. കഴുതയെ കാണണോ? ദേ ഇരിക്കുന്നു, കോവർ കഴുത. അയ്യോ, ഫ്രെഡി എടുത്ത് കഴിച്ചോ? വെറുതെ അല്ല, കിളി പോയ പോലെ ഇരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള മറുമരുന്ന് തയ്യാറാക്കിയില്ലേ? ഇല്ല, അതിന് സമയമെടുക്കും. മൈ ഗോഡ്, അതുവരെ ഫ്രെഡി ഇങ്ങനെ ഇരിക്കും അല്ലേ? പാവം. ഇതാ മരുന്നിന്റെ സാമ്പിൾ ആണ്. ഇതെന്താ? ഇതെങ്ങനെയെങ്കിലും അവന്മാർക്ക് കൊടുക്കണം. അവന്മാർ എന്ന് വെച്ചാൽ? ലുവായി, ലാമി, സെയിം. പിന്നെ വേണ്ട. ഹാപ്പി കിഡല്ലേ ഉദ്ദേശിച്ചത്? അതിന് ഞാനില്ല. എന്നാൽ വേണ്ട, ഏതെങ്കിലും ഒന്നിന് കൊടുക്കണം. അത് ഞാൻ ഏറ്റു. അസൈമിന് തന്നെ കൊടുക്കാം. അവന് കുറുമ്പിത്തിരി കൂടുതലാ. ഐസ്ക്രീം, ഐസ്ക്രീം. അങ്കിൾ, 2 കോൺ ഐസ്ക്രീം തരുമോ? ദാ പിടിച്ചോ. താങ്ക് യു അങ്കിൾ.
ഹാവു വരുന്നുണ്ട്. ഐസ്ക്രീം ഐസ്ക്രീം. അങ്കിൾ എനിക്കും ഒന്ന് വേണം. ഇതാ. ഹലോ സെയിം. സെയിമോ? അതെന്താ? യെസ്. സെയിം ഇപ്പോ ഫ്രെഡിയുടെ അവസ്ഥയിലായി. അവൻ ഐസ്ക്രീം കഴിച്ചു. വെരി ഗുഡ്. നീ എന്ത് ചെയ്യുകയാ? ഞാൻ ലാബിലാണ്. ആന്റിഡോട്ടിന് വേണ്ടി എക്സ്പെരിമെന്റ് ചെയ്യുകയാ. ദേ ആ സെയിം നടന്നു പോകുന്നു. അവൻ എവിടെങ്കിലും പോയി തുലയട്ടെ. അത് തന്നെ. ഈ സെയിം ഇതെവിടെ പോയി? 7 മണിയായല്ലോ. എനിക്ക് പേടിയായിട്ട് വയ്യ. ലൈബ്രറി വരെ പോയി വരാന്നും പറഞ്ഞു പോയതാ. ബനാന ഐലൻഡിൽ കുട്ടികൾക്ക് അജ്ഞാത രോഗം. 2 കുട്ടികൾക്ക് ഓർമ്മ പൂർണ്ണമായും നഷ്ടമായി. മൈ ഗോഡ്, ഇതെന്തൊക്കെ രോഗങ്ങളാ? ഇപ്പോൾ കിട്ടിയ വാർത്ത, ഓർമ്മ പൂർണ്ണമായും നഷ്ടപ്പെട്ട നിലയിൽ ഒരു കുട്ടിയെ കൂടി കണ്ടെത്തി. ബനാന പാർക്കിൽ വെച്ചാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. അയ്യോ, നമ്മുടെ സെയിം. ഓ ഗോഡ്. സെയിം സെയിം. അതെന്തുവാ? തുടങ്ങി അവന്റെ എന്തുവാ? ഓ ഗോഡ്, അവനൊന്നും ഓർമ്മയില്ല. പെട്ടെന്ന് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. നിങ്ങളുടെ അടുത്താ നല്ലത്. ഓക്കെ ഡോക്ടർ. ആരായിരിക്കും ഇതിന് പിന്നിൽ? നിങ്ങൾ ഹാപ്പി കിഡിനെ വിളിക്ക്. അവൻ വരട്ടെ. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്, എവിടെ സെയിം? അതാ അവിടെയുണ്ട്. ഇവനെന്താ ഇങ്ങനെ? അവനൊന്നും ഓർമ്മയില്ല. ആരാ ഇത് ചെയ്തേ? ബ്രേക്കിംഗ് ന്യൂസ്. ഐസ്ക്രീം കഴിച്ചിട്ടാണ് ഓർമ്മ പോയതെന്ന് കണ്ടെത്തി. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഐസ്ക്രീം കൊടുക്കുന്ന ആളുടെ മുഖം ബനാന വിഷന് ലഭിച്ചു. അയ്യോ, ഇതാരാ? അത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ? അയ്യോ, എന്നെ ഇടിക്കരുത്. എല്ലാം ആ ഡഗ്ലസിന്റെ പണിയാ. അവനെ ഞാൻ ഇപ്പൊ ഡഗ്ലസിനെ ഒന്നും ചെയ്യണ്ട. കാരണം ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള മറുമരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആന്റിഡോട്ട്. അത് തന്നെ. അതവൻ കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. അത് ശരിയാ. ഇപ്പൊ അവൻ എന്തെങ്കിലും ചെയ്യുന്നത് ബുദ്ധിയല്ല. അതെ, ആ ആന്റിഡോട്ടിലൂടെ മാത്രമേ പഴയ സെയിമിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടൂ. ആ മരത്തിന് മുകളിൽ വലിഞ്ഞു കയറിയത് ഓർക്കുന്നുണ്ടോ? എന്നിട്ട് കട്ടുറുമ്പ് നിന്നെ കുത്തിയത്. കട്ടുറുമ്പോ? എന്തുവാ? അത് നോക്ക്. ഫ്രെഡി, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നത് ഓർമ്മയുണ്ടോ? ഓർമ്മ എന്നാൽ എന്തുവാ? അവന്റെ ഒരു എന്തുവാ. അവിടെയും ഇത് തന്നെ സ്ഥിതി. നിനക്ക് ഓർമ്മയുണ്ടോ സെയിം? നിനക്ക് ഇളനീർ വേണമെന്ന് വാശി പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ തെങ്ങിൽ വലിഞ്ഞു കയറിയത്? ഇളനീർ എന്തുവാ? അയ്യോ സെയിം. ലാമി, ഞാൻ എവിടെയാ? നീ എന്താ പറഞ്ഞേ? എന്താ ഹാപ്പി കിഡ്? എന്താ എല്ലാവരും ഇവിടെ? സെയിമിന് ഓർമ്മ തിരിച്ചു കിട്ടി. ഷെടാ, ഒരു തേങ്ങ മതിയല്ലേ വെറുതെ ആന്റിഡോട്ട് ഉണ്ടാക്കാൻ മെനക്കെട്ടു. ഫ്രെഡി, നമുക്ക് അവിടേക്ക് പോവാം. നോക്ക്, തെങ്ങുകയറ്റം എന്ന് തുടങ്ങി. നീയാണല്ലേ ഇതുകൊണ്ട് എറിഞ്ഞത്? നിന്നെ ഞാൻ. അയ്യോ, അയ്യോ. ഹാപ്പി കിഡ്.